ക്ഷേത്രത്തിൽ മോഷണം നടത്താൻ എത്തിയവർ കാര്യമായി ഒന്നും കിട്ടാതെ വന്നപ്പോൾ ഉപദേവതാ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ തകർത്തു. ഇലന്തൂർ ഭഗവതിക്കുന്ന് ക്ഷേത്രത്തിലാണ് സംഭവം. ഉപക്ഷേത്രങ്ങളായ നാഗയക്ഷി നടയിലെ വിഗ്രഹം, യോഗീശ്വര നടയിലെ വിഗ്രഹം എന്നിവയാണ് തകർത്തത്. രാവിലെ നട തുറക്കാനെത്തിയ മേൽശാന്തിയാണ് അക്രമം ആദ്യം കണ്ടത്. തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചു. തിരുവല്ല കുമ്പഴ പാതയ്ക്ക് സമീപമുള്ള കാണിക്കവഞ്ചി, പാലച്ചുവട്ടിലെ കാണിക്കവഞ്ചി, ഉപദേവതാ നടകളിലെ കാണിക്കവഞ്ചികൾ എന്നിവ തകർത്തു. ഒരാഴ്ച മുൻപ് വഞ്ചി തുറന്ന് ക്ഷേത്രം ഭാരവാഹികൾ പണം എടുത്തിരുന്നതിനാൽ മോഷ്ടാക്കൾക്ക് കാര്യമായി ഒന്നും ലഭിച്ചില്ല. ഇതിൽ പ്രകോപിതരായിട്ടാണ് വിഗ്രഹത്തിൽ അതിക്രമം നടത്തിയത് എന്നു കരുതുന്നു. യക്ഷിയമ്മയുടെ നടയിലെയും ഗണപതിയുടെ നടയിലെയും വിഗ്രഹങ്ങളുടെ പ്രഭ മോഷ്ടാക്കൾ കൊണ്ടുപോയി. വിഗ്രഹം ഇളക്കി പുറത്ത് എറിഞ്ഞിട്ടുണ്ട്. നാഗരാജ തറയിലെ നാഗയക്ഷി അമ്മയുടെയും യോഗീശ്വര ക്ഷേത്രത്തിലെയും വിഗ്രഹങ്ങളാണ് ഇളക്കിക്കളഞ്ഞത്. റോഡരികിലെ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളിയിലെ കുരിശടിയിലെ കാണിക്കവഞ്ചി തകർക്കാനും ശ്രമം നടന്നു. തൊട്ടടുത്ത ഒരു വീട്ടിലെ പോർച്ചിൽ പാർക്ക് ചെയ്തിരുന്ന കാറിൽ മൂർച്ചയേറിയ ആയുധം കൊണ്ട് കുത്തിവരച്ചിട്ടുണ്ട്. മോഷണം മുതൽ കാര്യമായി ലഭിച്ചില്ലെങ്കിൽ ഇത്തരം അതിക്രമങ്ങൾ മോഷ്ടാക്കളുടെ രീതിയാണെന്ന് പോലീസ് പറഞ്ഞു. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ക്ഷേത്രം സന്ദർശിച്ചു. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ഇലന്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി മാത്യു ആവശ്യപ്പെട്ടു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി മാത്യു ഇവിടെ വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവം നടന്നു. അതായത് നമ്മുടെ ഭഗവതികുന്ന ദേവീക്ഷേത്രത്തിലും നമ്മുടെ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് ചർച്ചിലും നല്ല മോഷണ ശ്രമം പോലെ നമുക്ക് തോന്നത്തക്കവണ്ണം അമ്പലത്തിന്റെ വിഗ്രഹങ്ങൾ നശിപ്പിക്കുകയും സെന്റ് പീറ്റേഴ്സിന്റെ അവിടെയും അങ്ങനെയുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായി. അത് വളരെ നിർഭാഗ്യകരമായ ഒരു കാര്യമായി പോയി. ഇത് വളരെ മതസൗഹാർദ്ദത്തെ തകർക്കത്തക്കവണ്ണം ഉള്ള രീതിയിലുള്ള ഒരു സംഭവം എന്ന് നമുക്കൊന്ന് തോന്നുകയാണ്. കാരണം വിഗ്രഹങ്ങളൊക്കെ നശിപ്പിച്ചിട്ട് എന്തോ സാധിക്കാനാണ്. ഇവിടെ അങ്ങനെ ഇലന്തൂരെന്ന് പറയുമ്പോൾ ഞങ്ങള് ഒരു മതമോ ജാതിയോ അങ്ങനെ ഒന്നും നോക്കുന്ന ഒരു സ്ഥലമല്ല. ഞങ്ങൾ വളരെ സൗഹാർദ്ദത്തിൽ കഴിയുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഇങ്ങനെയൊരു സംഭവം നടന്നത് വളരെ നിർഭാഗ്യകരമായി പോയി. ഇത് നല്ല അന്വേഷണം നടത്തി ഇതിന്റെ ആളുകൾ ആരെന്ന് കണ്ടുപിടിച്ച് അതിന് വേണ്ടതായ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു.